ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കലൊരു ടൂറിസ്റ്റ് തൻ്റെ സഞ്ചാരത്തിനിടയിൽ ഒരിടത്ത് ഒരു ശില്പി ഒരു കരിങ്കല്ലിൽ വലിയൊരു ശില്പം കൊത്തിയുണ്ടാക്കുന്നത് കണ്ടു. വളരെ മനോഹരമായൊരു ശില്പം അയാളുടെ കരവിരുതിൽ ജന്മം കൊള്ളുന്നത് ടൂറിസ്റ്റിന് വളരെ അത്ഭുതകരമായി തോന്നി. അയാൾ ശില്പിയുടെ പ്രവൃത്തി നോക്കി നിന്നു. വളരെ ഏകാഗ്രമായി ചുറ്റുപാടും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ജോലി ആസ്വദിച്ചുകൊണ്ടായിരുന്നു ശില്പിയുടെ ഓരോ പ്രവർത്തനങ്ങളും. ശില്പത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ ശില്പത്തിൻ്റെ അടുത്തായി അതേപോലെ തന്നെയുള്ള മറ്റൊരു ശില്പം കിടക്കുന്നത് സഞ്ചാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരേപോലെയുള്ള ഈ രണ്ട് പ്രതിമകളും അവിടെ സ്ഥാപിക്കാനുള്ളതാണോ? സഞ്ചാരി ശില്പിയോട് ചോദിച്ചു. ശില്പി പറഞ്ഞു, ഒരു ശില്പമാണ് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ആദ്യം നിർമ്മിച്ച പ്രതിമയുടെ അവസാന മിനുക്കുപണികൾ നടക്കുമ്പോൾ ചെറിയൊരു പിഴവ് പറ്റി. അക്കാരണത്താലാണ് മറ്റൊരു ശില്പം നിർമ്മിക്കുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ശില്പി ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. സഞ്ചാരി കുറെ നേരം ഇരു പ്രതിമകളിലേക്ക് മാറി മാറി നോക്കി. രണ്ടും ഒരേപോലെ തന്നെയുള്ള പ്രതിമകൾ. വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മമായ പരിശോധന നടത്തിയിട്ടും എവിടെയും ഒരു വ്യത്യാസമോ കുറവോ പാളിച്ചയോ കണ്ടെത്താൻ സഞ്ചാരിക്ക് കഴിഞ്ഞില്ല. അവസാനം ശില്പിയോട് തന്നെ ആ കിടക്കുന്ന പ്രതിമയിൽ എന്ത് പിഴവാണ് പറ്റിയതെന്ന് സഞ്ചാരി ചോദിച്ചു. ശില്പി പറഞ്ഞു, അതിൻ്റെ മൂക്കിൽ ഒരു പോറൽ പറ്റിയിട്ടുണ്ട്, അത് പരിഹരിക്കാൻ കഴിയുന്നില്ല. സഞ്ചാരി പ്രതിമയുടെ മൂക്കിലേക്ക് സൂക്ഷിച്ചു നോക്കി. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ വളരെ ചെറിയ ഒരു പോറൽ സഞ്ചാരി കണ്ടു. സഞ്ചാരി ശില്പിയോട് ചോദിച്ചു, ഈ പ്രതിമ എവിടെയാണ് സ്ഥാപിക്കുന്നത്? 20 അടിയോളം ഉയരമുള്ള ഒരു സ്തൂപം കാണിച്ചുകൊണ്ട് ശില്പി പറഞ്ഞു, ആ കാണുന്ന സ്തൂപത്തിന്മേലാണ് പ്രതിമ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. സഞ്ചാരി അല്പമുള്ള സ്തൂപത്തിൽ പ്രതിമ സ്ഥാപിച്ചാൽ താഴെ നിന്ന് ആര് നോക്കിയാലും മൂക്കിലെ പോറൽ കാണുകയില്ല. പിന്നെ എന്തിനാണ് വേറെ പ്രതിമ നിർമ്മിക്കുന്നത്? സഞ്ചാരി ശില്പിയോട് ചോദിച്ചു. ശില്പി പറഞ്ഞു, ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും എനിക്കറിയാമല്ലോ അതിൽ പോറൽ വീണിട്ടുണ്ടെന്ന്. പലപ്പോഴും മറ്റുള്ളവർ അറിയുകയില്ലെന്ന് കരുതി കുറവുകളും തെറ്റുകളും മറച്ചു വയ്ക്കാൻ ഉത്സാഹിക്കുന്നവരാണ് മനുഷ്യർ. 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ മനുഷ്യൻ നീ തന്നെ. സ്വന്തം തെറ്റ് ആരും അറിയില്ല എന്ന് കരുതി മറച്ചു വെച്ചിട്ട് അതിനെ മറന്നുകളഞ്ഞ ദാവീദിനോട് തെറ്റുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന നാഥാൻ. മറ്റാരും അറിയുന്നില്ലെങ്കിലും സ്വന്തം കുറവുകൾ സ്വയമായെങ്കിലും അറിഞ്ഞിരിക്കണം. അതിന് പരിഹാരവും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സൂക്ഷ്മതയുള്ള വിദഗ്ധനായ ഒരു ശില്പിയെ പോലെ കുറവുകളില്ലാത്ത മനോഹരമായ മനസ്സിനെ സൃഷ്ടിക്കുന്നവരായി മാറേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും അറിയുന്നുണ്ടോ എന്നതല്ല പൂർണ്ണതയുടെ അർത്ഥം, മറിച്ച് പൂർണ്ണത കണ്ണുകളിൽ തന്നെയാണ്. ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കുറവുകളില്ലാതെ പൂർണ്ണത കൈവരിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.